കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്നും കുതിപ്പ്. ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് 440 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില 84,680 രൂപയായി ഉയർന്നു. 1 ഗ്രാം സ്വർണ്ണത്തിന് 55 രൂപ കൂടി 10,585 രൂപയിലെത്തി. കേരളത്തിൽ സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചിരിക്കുകയാണ്. സ്വർണം വാങ്ങാൻ ഇനി സാധിക്കണമെന്നില്ല എന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ആവശ്യം വേണ്ടവർ പഴയ ആഭരണം മാറ്റി വാങ്ങുകയാണ് ചെയ്യുന്നത്. ദിവസവും ധരിക്കാൻ പരിശുദ്ധി കുറഞ്ഞ ആഭരണങ്ങളും വാങ്ങുകയാണ്. 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അധികം വൈകാതെ ജനങ്ങൾ കൈവിടുമോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. കേരളത്തിൽ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 55 രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. 10,585 രൂപയാണ് 1 ഗ്രാമിന്റെ ഇന്നത്തെ വില. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് 24 കാരറ്റ് സ്വർണത്തിന് പോലും ഇത്രയും വിലയില്ലായിരുന്നു. ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില 84,680 രൂപയായി. 440 രൂപയാണ് ഉയർന്നിരിക്കുന്നത്. അതേസമയം 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 87,000 രൂപയിലെത്തി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചെറിയ ഏറ്റക്കുറച്ചിലുകൾക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും ഉയർന്ന നിലയിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ 1 പവന് 84,240 രൂപയും 1 ഗ്രാമിന് 10,530 രൂപയുമായിരുന്നു വില. സ്വർണത്തെ ഒരു നിക്ഷേപ മാർഗമായി കാണുന്നവർ വർദ്ധിച്ചു വരുന്നതിനാൽ വില കൂടിയാലും വിൽപ്പനയ്ക്ക് കാര്യമായ കുറവില്ല. ഈ വർഷാവസാനത്തോടെ സ്വർണ്ണവില 1 ലക്ഷം കടക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെയും വിലയിരുത്തൽ. ഡോളർ മൂല്യം ഉയർന്നു വരുന്നത് സ്വർണ്ണവില കുറയ്ക്കാൻ കാരണമാകേണ്ടതാണ്. എന്നാൽ ഇന്ത്യൻ രൂപ വലിയ ഇടിവിലേക്ക് വീഴുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി രൂപയുടെ മൂല്യം തുടർച്ചയായി കുറഞ്ഞു വരുന്നതാണ് സ്വർണ്ണവില കൂടാൻ ഒരു കാരണം. രൂപയുടെ മൂല്യമിടിവ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. രൂപ മൂല്യം ഇടിയുമ്പോൾ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയാണ് ചെയ്യുക. ആവശ്യമുള്ള മിക്ക വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഇത് തിരിച്ചടി തന്നെയാണ്. കയറ്റുമതി വേണ്ടത്ര കുതിക്കാതിരിക്കുകയും ഇറക്കുമതി ചെലവ് കൂടുകയും ചെയ്യുന്നതാണ് ഇന്ത്യയുടെ വെല്ലുവിളി. രൂപ മൂല്യം കൂടുകയോ കയറ്റുമതി വർദ്ധിക്കുകയോ ചെയ്താലേ ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.